നടി ആക്രമിക്കപ്പെട്ട കേസിൽ ബാലചന്ദ്രകുമാറിനെ വെർച്വലായി വിസ്തരിക്കാനുള്ള വിചാരണ കോടതി തീരുമാനത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് ദിലീപ് അനുകൂലി കൂടിയായ രാഹുൽ ഈശ്വർ. വിചാരണ നടക്കുന്ന വേളയിൽ കൃത്രിമം കാണിക്കാൻ ബാലചന്ദ്രകുമാറിന് സാധിക്കുമോ എന്നുള്ള ആശങ്കയുണ്ടെന്നും ഇത് തടയാൻ കോടതി നടപടി സ്വീകരിക്കേണ്ടതുണ്ടെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുവെ ഫിസിക്കലായി ആശയവിനിമയം നടത്തുന്നതാണ് എല്ലാത്തരം സംഭാഷണങ്ങളിലും നല്ലത്. ആശയവിനിമയം നടത്തുന്നതിൽ പലപ്പോഴും ബോഡി ലാംഗ്വേജ് പ്രധാനമാണ്. ബാലചന്ദ്രകുമാറിന് വെർച്വലായി വിചാരണ ചെയ്യുമ്പോൾ പലപ്പോഴും അദ്ദേഹത്തിന്റെ ഗസ്റ്റർ, പോസ്റ്റർ, ശരീരഭാഷ എന്നിവ കൃത്യമായും ഒപ്പിയെടുക്കാൻ സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ വെർച്വൽ വിസ്താരത്തിന് പരിമിതികളുണ്ട്. ദിലീപിന്റെ അഭിഭാഷകർ ബാലചന്ദ്രകുമാറിന്റെ വെർച്വൽ വിസ്താരം എന്നത് ചെറിയ രീതിയിൽ ദോഷം തന്നെയാണ്. അതിനെ മറികടക്കാനുള്ള ചോദ്യങ്ങളും കണിശതയും അവർ ഈ ക്രോസിംഗിൽ പ്രകടിപ്പിക്കുമെന്നാണ് കണക്കാക്കുന്നത്. രാമൻപിള്ള സാറിനെ, ഫിലിപ്പ് സാറിനെ പോലെയുള്ള പ്രഗത്ഭരാണ് സംഘത്തിലുള്ളത്. അതേസമയം ബാലചന്ദ്രകുമാർ കേസിലെ പ്രധാന സാക്ഷിയാണെന്നുള്ള വാദം എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. കാരണം ദിലീപിന് ഈ കേസിൽ നേരിട്ട് പങ്കുണ്ടെന്നതല്ല ബാലചന്ദ്രകുമാറിന്റെ വാദഗതി. ദിലീപ് അടക്കമുള്ളവർക്ക് ഈ കേസിൽ പങ്കുണ്ടാകാമെന്നും അന്വേഷണം നടത്തണമെന്നുമാണ്. വീഡിയോ കോൺഫറൻസിന് കുറച്ച് പ്രിപ്പറേറ്ററി അറേഞ്ച്മെന്റ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കോർട്ട് പോയിന്റിലും റിമോട്ട് പോയിന്റിലും കോടതിയുടെ കോർഡിനേറ്റേഴ്സ് ആവശ്യമാണെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ബാലചന്ദ്രകുമാർ വീട്ടിൽ നിന്നാണ് വിസ്താരം നടത്തുന്നതെങ്കിൽ കോടതി നിയമിച്ച ഒരു കോർഡിനേറ്റർ കാണുമോ എന്നതാണ് ചോദ്യം. ഇനി അങ്ങനെ ഒരു കോർഡിനേറ്റർ ഇല്ലെങ്കിൽ പ്രഗത്ഭരായ അഭിഭാഷകർ അടക്കമുള്ളവർക്ക് ബാലചന്ദ്രകുമാറിന് വിസ്താരത്തിനിടെ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കാൻ സാധിക്കില്ലേ? നിലവിൽ അത്തരം ഒരു കോർഡിനേറ്റർ ഇല്ലെന്നതാണ് അറിയാൻ സാധിച്ചത്. കാരണം അദ്ദേഹം ഒരു സാക്ഷിയാണ്, പ്രതിയല്ലെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. അതേസമയം ഈ ഒരു കാര്യത്തിന് താൻ കോടതിയെ വിശ്വസിക്കുന്ന ഒരാളാണ് എന്നായിരുന്നു അഡ്വക്കേറ്റ് ആളൂരിന്റെ പ്രതികരണം. ന്യായപരമായ കാര്യം നേടിയെടുക്കാൻ കോടതികൾ വെള്ളം ചേർക്കുമെന്ന് താൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ലെന്ന് ആളൂർ പറഞ്ഞു. പക്ഷേ വിചാരണ കാര്യക്ഷമമാക്കാനുള്ള നടപടി കോടതികൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണെന്നും ആളൂർ പറഞ്ഞു. ഓരോ സാക്ഷികളുടെ മുഖഭാവം, പെരുമാറ്റം, സംസാരത്തിന്റെ രീതി എന്നിങ്ങനെ എല്ലാം മുതലെടുക്കാനുള്ള ശ്രമം എല്ലാ ക്രിമിനൽ അഭിഭാഷകരും നടത്തും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം മാറി. പല പോക്സോ കേസുകളെയും ഡോക്ടർമാരെ വെർച്വലായാണ് വിസ്തരിക്കാറുണ്ട്. കാരണം ചില സാക്ഷികളെ വിസ്തരിക്കുന്നത് കൊണ്ട് ഒരു വ്യത്യാസവും സംഭവിക്കുന്നില്ല. അവർക്ക് അവർ കൊണ്ടുവരുന്ന തെളിവിൽ വലിയ മാറ്റം സംഭവിക്കാറില്ല. പക്ഷേ ദൃക്സാക്ഷികളാകുമ്പോൾ അങ്ങനെയാകില്ല. കോടതിയിൽ ഹാജരാകുമ്പോൾ ഒരു സാക്ഷിക്ക് അഭിഭാഷകൻ കാണിച്ചു കൊടുക്കുന്ന രേഖകളോട് എങ്ങനെ സാക്ഷികൾ പ്രതികരിക്കുന്നുവെന്നത്, പ്രത്യേകിച്ച് മുഖഭാവം പോലും അഭിഭാഷകർ നോട്ട് ചെയ്യും. വെർച്വൽ വിസ്താരത്തിലൂടെ അത് പൂർണ്ണമായും സാധിച്ചേക്കില്ലെന്നും ആളൂർ പറഞ്ഞു. അതേസമയം കേസിൽ ബാലചന്ദ്രകുമാറിന്റെ വിചാരണ വീഡിയോ കോൺഫറൻസ് വഴി അനുവദിക്കരുതെന്നുള്ള ദിലീപിന്റെ ആവശ്യം തള്ളിയിരിക്കുകയാണ് വിചാരണ കോടതി. നടി ആക്രമിക്കപ്പെട്ട കേസിലെ നിർണായക സാക്ഷിയായ ബാലചന്ദ്രകുമാർ നിലവിൽ വൃക്കരോഗത്തെ തുടർന്ന് ചികിത്സയിൽ തുടരുന്നു. പ്രോസിക്യൂഷൻ വിസ്താരം പൂർത്തിയാക്കിയതിനു ശേഷമായിരുന്നു അദ്ദേഹത്തിന് വൃക്കരോഗം ഗുരുതരമാകുന്നതും ചികിത്സയിൽ പ്രവേശിക്കുന്നതും. നിലവിൽ ഡയാലിസിസിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. ഈ സാഹചര്യത്തിൽ വിചാരണ നടക്കുന്ന എറണാകുളത്തെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നേരിട്ടെത്തുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് അദ്ദേഹം വിചാരണ കോടതിയെ അറിയിക്കുകയായിരുന്നു. യാത്ര ചെയ്യരുതെന്നും അണുബാധയേൽക്കാൻ സാധ്യതയുണ്ടെന്നും ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ബാലചന്ദ്രകുമാർ കോടതിയിൽ വ്യക്തമാക്കി. എന്നാൽ ഇതിനെതിരെ കടുത്ത എതിർപ്പായിരുന്നു ദിലീപ് ഉയർത്തിയത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ബാലചന്ദ്രകുമാർ ശ്രമിക്കുന്നതെന്നാണ് ദിലീപിന്റെ ആരോപണം. മാത്രമല്ല, ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുന്ന വ്യക്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ അഭിമുഖം നൽകുന്നുണ്ടെന്നും ദിലീപ് ആരോപിച്ചു. എന്നാൽ മെഡിക്കൽ രേഖകൾ പരിശോധിച്ച കോടതി ദിലീപിന്റെ ആവശ്യം തള്ളി. ബാലചന്ദ്രകുമാറിന്റെ സാക്ഷി വിസ്താരം വീഡിയോ കോൺഫറൻസ് വഴി അനുവദിച്ചിരിക്കുമെന്ന് കോടതി വ്യക്തമാക്കി. ഈ മാസം 15 മുതലായിരിക്കും സാക്ഷി വിസ്താരം ആരംഭിക്കുക.